ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. എൻ്റെ ഉമ്മ ഉള്ള ദിവസത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ തലേ ദിവസം രാത്രി ഞാൻ മറ്റേ കമ്പി ഇട്ടിട്ടാട്ടോ കിടന്നത് പല്ലിൽ. അതുകൊണ്ട് രാവിലെ ഭയങ്കര വേദനയായിരിക്കും. അങ്ങനെ അതൊക്കെ ഊരി കളഞ്ഞിട്ട് ഞാൻ പല്ല് തേക്കാൻ നിൽക്കുവാണ്. ഞാനിവിടെ നിന്നാട്ടോ പല്ല് തേക്കുന്നത് എപ്പോഴും, ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഉമ്മ ഉള്ള ദിവസത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പം നാളെ ഉമ്മ തിരിച്ചു പോകും. 2 ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ഞാൻ വാവാന്നും പറഞ്ഞ് വിളിച്ചിട്ട് പല്ലൊക്കെ തേച്ചിട്ട് ഞാൻ ചായ ഇടാൻ പോവാണ്. ഫ്രിഡ്ജിൽ നിന്ന് പാലെടുത്തുകൊണ്ട് വന്നിട്ട് പാൽച്ചായ, ഇവിടെ അങ്ങനെ പൊതുവെ ആരും പാൽച്ചായ കുടിക്കാറില്ല. കട്ടൻ തന്നെയാണ് ഞങ്ങൾക്കൊക്കെ പതിവ്. ഞങ്ങളെന്നൊക്കെ പറയുന്നത്, എനിക്ക് ഇവിടെ വന്ന ശേഷം കേട്ടോ കട്ടൻ ശീലമായത്. ശീലം എന്ന് വെച്ചാൽ ഇങ്ങനെ ഇടക്കിടക്ക് കുടിക്കാൻ തോന്നും രാവിലെ ചില മിക്ക സമയങ്ങളിലും. പക്ഷെ എൻ്റെ ഉമ്മാക്ക് പാല് ഒഴിച്ച ചായയാണ് ഇഷ്ടം. അപ്പം ഞങ്ങൾ ഉമ്മ വരുമ്പം ഡെയിലി അങ്ങനെ പാല് വാങ്ങും. സിങ്കിൽ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എൻ്റെ ഉമ്മ കഴുകി വെക്കുവാണ്. ആ സമയം കൊണ്ട് ഞാൻ ചായ ഉണ്ടാക്കുവാണ്. കഴുകണ്ട ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മ കേൾക്കത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ പറയാനും പോകാറില്ല. ഞാൻ പറയാൻ പോകാറില്ല. കഴുകി കൊണ്ടുവന്ന പാത്രം അടുക്കി ഒതുക്കി വെക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ഞാൻ ഗ്യാസിൽ വെച്ച പാല് തിളച്ച് വന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് കഴിക്കാൻ പുട്ടും കടലക്കറിയാണ് കേട്ടോ. അപ്പോൾ പുട്ടിനുള്ള പൊടി ഉമ്മ ഓൾറെഡി നനച്ച് വെച്ച് കുറേ നേരം നനച്ച് വെച്ചിട്ടാണ് പിന്നെ പുട്ടുണ്ടാക്കാറ്. അതാകുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഒരു 10-20 മിനിറ്റ് നനച്ച് വെക്കും കേട്ടോ. അപ്പോൾ പുട്ടിനുള്ള പൊടി നനച്ചിട്ട് ഉമ്മ അവിടെ ഇരുന്ന് പുട്ടിനുള്ള തേങ്ങയും കൂടെ ഇങ്ങനെ ചിരകി എടുക്കുന്നുണ്ട്. ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ചിരണ്ടി എടുക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ചെയ്യണത്. പിന്നെ എൻ്റെ മമ്മി അവിടെ കടലക്കറിക്കുള്ള സബോളയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഉമ്മ വെക്കുന്ന കടലക്കറി നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇറച്ചിയില്ലാത്ത ഇറച്ചിക്കറി എന്നാണ് ഞാൻ പറയാറ്. ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്ന അന്ന് മുതൽ പലഹാരം ഉണ്ടാക്കുന്ന ഡ്യൂട്ടി ഉമ്മാക്കും, കറി വെക്കുന്ന ഡ്യൂട്ടി എനിക്കുമാണ് കേട്ടോ. അപ്പം ഉമ്മ ഇല്ലാത്ത സമയങ്ങളിൽ മാത്രമായിരിക്കും ഞാൻ പലഹാരങ്ങൾ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഉമ്മ തന്നെയാണ് ചെയ്യാറ്. ഞങ്ങൾക്ക് 2 കുക്കറുണ്ട് കേട്ടോ. ഒരു കുക്കർ വികലാംഗനാണ്, എത്രയൊക്കെ നോക്കിയാലും ശരിയാകത്തില്ല. അപ്പോൾ ചിരട്ടപ്പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉമ്മ പരമാവധി അതിങ്ങനെ പ്രസ് ചെയ്ത് വെക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ നടന്നില്ല. അതുകൊണ്ട് കടലക്കറി വെച്ചിട്ടേ നമുക്കിനി പുട്ടുണ്ടാക്കാൻ പറ്റത്തുള്ളൂ. സത്യം പറഞ്ഞാൽ ഉമ്മ ഈ കടലക്കറി ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ടേ റെസിപ്പി എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അതങ്ങനെ മറന്നുപോയി. എന്തായാലും സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ഞാനത് ചെയ്യാം, ഷോർട്സ് ആയിട്ട്. റെസിപ്പിയൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. 2 പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയപ്പോൾ നല്ല കറക്റ്റായിട്ട് വരികയും ചെയ്തേട്ടാ. അപ്പോൾ തേങ്ങാക്കൊത്തൊക്കെ നല്ല വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിട്ട് കടലതേ ഇതിലേക്ക് തട്ടിയിട്ടുണ്ട്. ഞാൻ കടലക്കറി ഇങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കി കുറേ ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനേക്കാളും ഒക്കെ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു കടലക്കറി. നമ്മൾ ഈ തട്ടുകടയിലൊക്കെ പോയി കഴിക്കുമ്പം, അതായത് ചായക്കടയിൽ നിന്നൊക്കെ ഇങ്ങനെ പൊറോട്ടയുടെ കൂടെയൊക്കെ കിട്ടുന്ന കടലക്കറിയില്ല, ആ ഒരു ടേസ്റ്റാണ്. തേങ്ങയുടെ ആവശ്യമൊന്നുമില്ല. എന്തായാലും അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പം ഷുവറായിട്ട് ഞാൻ റെസിപ്പി വീഡിയോ ഇടാം കേട്ടോ. സുന്ദരി സുന്ദരി, പല്ല് വെച്ചാ കുളിച്ച? എന്താ കുളിക്കാന്? അക്ഷയായി പോണ്ടേ? ഉമ്മാക്കിനി എന്ത് പലഹാരമാന്ന് പറഞ്ഞാലും ഉമ്മ കറിയൊന്നും കൂട്ടത്തില്ല കേട്ടാ. ഉമ്മ ഇങ്ങനെ കട്ടൻ ചായയും പിന്നെ പുട്ടും കൂടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. തലേ ദിവസം വാങ്ങിച്ച പൊറോട്ടയുടെ ബാക്കി കൈമാറ്റിക്ക്. കടലക്കറി, ഈ കടലക്കറിയുടെ റെസിപ്പി ഞാൻ എടുക്കണമെന്ന് ഓർത്തെ, പിന്നെ ഞാൻ മറന്നുപോയി. കഴിക്കട്ടെ. ഞമ്മ ഈ വീഡിയോ ഓണാക്കുമ്പോ ചിരിച്ചോണ്ടിരിക്കണം. ആൾക്കാർ പറയും ഞമ്മടെ മുഖത്തിന് എപ്പോഴും സങ്കടമാണ് കേട്ടോ. അതുകൊണ്ട് ക്യാമറ ഓണാക്കി ചിരിക്കണേ കേട്ടാ. നിങ്ങളോട് ചിരിക്കാരാ പറഞ്ഞേ? രാവിലത്തെ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഉമ്മ സിങ്കിലേക്ക് പോയിട്ടാ പാത്രം കഴിയാൻ വേണ്ടിയിട്ട്. നമ്മൾ കഴിച്ചു കഴിഞ്ഞ പാത്രമൊക്കെ എത്ര ചെയ്യേണ്ടെന്ന് പറഞ്ഞാലും ആൾ കേൾക്കത്തില്ല. ഒരു പാത്രം സിങ്കിലുണ്ടായാൽ മതി, ഓടിപ്പോയി കഴുകും. ഉമ്മ അടുപ്പ് കൂട്ടി അരിയിടാനുള്ള പരിപാടി നോക്കുകയാണ് കേട്ടോ. ഞാൻ അപ്പോഴത്തേക്കും കഴിച്ചു കഴിഞ്ഞപ്പോൾ ടേബിളിൻ്റെ പുറത്ത് പുട്ടും കടലക്കറിയൊക്കെ ഇങ്ങനെ കുറച്ച് വീണായിരുന്നു. അതൊക്കെ ഞാൻ തുടച്ച് കളയുവാണ്. നമ്മളിപ്പോൾ ഈ ടേബിൾ പുറത്താണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. അകത്തായിരുന്നു. ഇപ്പം ആരും അങ്ങനെ അകത്തിരുന്ന് കഴിക്കാറില്ല, എല്ലാവരും പുറത്തിരുന്ന് കഴിക്കുന്നത്. അപ്പം ഞാൻ ഓർത്ത് എന്തായാലും ടേബിൾ പുറത്ത് കിടക്കട്ടെ എന്ന് ഓർത്ത് അങ്ങനെ എടുത്തിട്ടതാണ്. അങ്ങനെ അവിടെയൊക്കെ ടേബിളിൻ്റെ മുകളിൽ വൃത്തിയാക്കി തുടച്ചിട്ട് പിന്നെ അവിടെയൊക്കെ ഒന്ന് അടിച്ച് വരാമെന്ന് ഓർത്ത്. ഇവിടെ ഇപ്പോൾ ഭയങ്കര കാറ്റാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ എത്ര അടിച്ചു വരിയിട്ടും കാര്യമില്ല. മുറ്റവും പിന്നെ ഈ ഭാഗമൊക്കെ നിറച്ച് ഇലയും അതും ഇതുമൊക്കെ വീഴും. അതേപോലെ നല്ല പൊടിയുമായിരിക്കും. പൊടിയാണ് സഹിക്കാൻ പറ്റുക. നമ്മളെ അടുക്കള ഈ പുറത്തായതുകൊണ്ടുള്ള ആ ചെറിയൊരു ബുദ്ധിമുട്ടാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ വീട് പണി എത്രയും പെട്ടെന്ന് തീർക്കണം. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് അക്ഷയയിലൊന്ന് പോകണം കേട്ടോ. എനിക്ക് ഷിനാജിനും ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നൊരു പരിപാടി ഉണ്ടല്ലോ, അതിന് കുറേ ദിവസം അക്ഷയയിൽ കയറി ഇറങ്ങി നടക്കുന്നു. ഇനി എന്തായാലും പോകാൻ വേണ്ടിയിട്ട് റെഡി ആവണം. മീനുണ്ട്, നങ്കുണ്ട്, മത്തിയുണ്ട്. ഇന്നലെ ഞങ്ങൾ പോയി വാങ്ങിച്ചതാട്ടോ. ദൈസ് പോകാൻ വെള്ളം ഒഴിച്ചിട്ടിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ അക്ഷയയിൽ പോകണം, ഇന്ന് പോയേ പറ്റത്തുള്ളൂ. അപ്പം ഇവരോട് 2 പേരും കൂടെ ഞാൻ ചോറും കറിയും വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ വീട്ടിലേക്ക് എപ്പോഴും തലേ ദിവസം രാത്രി പോയിട്ടാട്ടോ മീൻ വാങ്ങാറ്. അതാകുമ്പോൾ കുറച്ചുകൂടെ ഫ്രഷ് സാധനങ്ങൾ കിട്ടും. അപ്പോൾ എൻ്റെ മമ്മി ഉള്ളതുകൊണ്ട് ഞങ്ങൾ ചെമ്മീനും
പിന്നെ നങ്കൊക്കെയാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പോൾ ചെമ്മീൻ റോസ്റ്റ് ചെയ്യാനുള്ള കുറച്ച് സബോളയും ഉള്ളിയൊക്കെ പൊളിച്ചു കൊടുക്കാമെന്ന് ഓർത്ത്. ഷിനാജിനും ഉമ്മാക്കും ബാങ്ക് വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ഷിനാജ് പറഞ്ഞു ഞാൻ പോയി വരുമ്പോഴത്തേക്ക് നീ റെഡിയായി നിൽക്കാമെന്നും പറഞ്ഞ് അങ്ങനെ പോയി. അപ്പോൾ ഞാൻ കുറച്ച് ഉള്ളിയും സബോളയൊക്കെ പൊളിച്ചു കൊടുത്തിട്ട് വേഗം തന്നെ പോയി കുളിച്ച് റെഡിയാവാന്ന് ഓർത്ത് ഞാൻ ഇട്ടിരിക്കുന്നത്. ഈ ഒരു പാൻറ് നിങ്ങൾ പല വീഡിയോയിലും കണ്ടു കാണും. എന്തായാലും ഞാൻ പ്രൊഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. നല്ല സാധനമായിട്ടാണ്. സമയം 10 മണി ആയതുള്ളൂ കേട്ടോ. അക്ഷയ പോകണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അതാണ്. അപ്പോൾ അക്ഷയയിൽ എന്തിനാണ് പോണേന്ന് വെച്ചാൽ എൻ്റെ പ്രൂഫിലെ അഡ്രസ്സൊക്കെ, അതായത് ഇവിടുത്തെ അഡ്രസ്സിലേക്ക് മാറ്റാനും പിന്നെ വേറെ 1-2 കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. കുറേ ദിവസം ഇതിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്നു. അപ്പം ഇന്ന് എന്തായാലും പോയി ഇത് ഫുള്ള് ശരിയാക്കണം. രാവിലെ പോയാലേ നടക്കത്തുള്ളൂ. ഉച്ച കഴിഞ്ഞ് പോയാൽ പിന്നെ വെയിലല്ലേ, പിന്നെ മടി പിടിക്കും. രാവിലെ പോകണേ അങ്ങനെ പോകും. അപ്പം ഞാൻ ഇപ്പോൾ കുളിച്ചിറങ്ങിയതുള്ളൂ. എൻ്റെ ഉമ്മ അവിടെ ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയിലാണ്. ഷിനാജും ഉമ്മയും കൂടെ ഒന്ന് ജസ്റ്റ് പുറത്തു വരിക കേട്ടോ ഒരാവശ്യത്തിന്. ഇപ്പം തന്നെ വരും. അപ്പോൾ എൻ്റെ മമ്മി ചെമ്മീനും മീനൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ കുറച്ചൊക്കെ ഞാൻ അരിഞ്ഞു കൊടുത്ത്. പിന്നെ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് വേഗം ഞാൻ പോയി കുളിച്ചതാണ്. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ റെഡിയായി പോകാൻ നോക്കട്ടെ. പോട്ടെ, ഞങ്ങൾ പോവാൻ ഇറങ്ങി കേട്ടോ. കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എന്താ ഈ ഒരു ഡ്രസ്സില്ലേ, ഈ ഒരു ഡ്രസ്സ് മാത്രമുള്ള നിങ്ങൾ ചോദിക്കരുത്. ഈ ഡ്രസ്സ് അത്യാവശ്യം ഞാൻ ഇട്ട് മുതലാക്കിയെന്ന് വേണേൽ പറയാം. എന്തോ 850 വാങ്ങിച്ചത്, എന്നാലും പരമാവധി ഞാൻ ഇട്ട് മുതലാക്കിയ സാധനം. ഇതുവരെ ഒരു കുഴപ്പമില്ല കേട്ടോ ഇതിന്. അപ്പോൾ ഞങ്ങൾ പോട്ടെ. എൻ്റെ ഈ കയ്യിലെ ഈ മാർക്ക് പൊള്ളിയതാണ് ഗൈസ്. അക്ഷയയിലെത്തിയപ്പോൾ അവിടെ കുറച്ച് തിരക്കുണ്ടായിരുന്നു കേട്ടോ. അകത്തിരിക്കാനൊന്നും സ്ഥലമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പുറത്ത് തന്നെ നിന്ന്. ഷിനാജ് വർക്ക് ചെയ്യുന്ന ഷോപ്പിൻ്റെ അടുത്തുള്ള അക്ഷയാണ് കേട്ടോ. ഷിനാജ് ഇവിടെ ഉള്ളവരുമായിട്ട് നല്ല കമ്പനിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വിളിച്ച് ചോദിച്ചായിരുന്നു ഇങ്ങനെ ചെയ്യാൻ വരട്ടെ, ശരിയാകുക, ഇന്ന് ശരിയാകുക എന്നൊക്കെ ചോദിച്ചിട്ടാണ് നമ്മൾ വന്നപ്പോൾ വന്നോ ശരിയാക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് വന്നതാണ്. അങ്ങനെ സംഭവങ്ങളൊക്കെ എന്തായാലും ശരിയായി. ജ്യൂസ് കുടിക്കാൻ കയറിയതാണ്. നല്ല വിശപ്പുണ്ട്. 2 മണിയായി. ഷിനാജിന് വണ്ടിയുടെ ഓയിൽ മാറ്റാൻ കയറണം, അത് കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ തൽക്കാലം പിടിച്ച് നിൽക്കാൻ ജ്യൂസ് കുടിക്കാൻ കയറിയതാണ്. ഇത് കോൾഡ് കോഫിയാണ്, അത് ഡേറ്റ്സിൻ്റെത്. പക്ഷേ രണ്ടും ഒരേ കളറ്. സംഭവം തന്നെയല്ലേ. ഞങ്ങൾ കുടിക്കട്ടെ. പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഹെൽമറ്റ് എന്താ ഇങ്ങനെ ഓയിൽ മാറ്റാൻ കയറില്ല കേട്ടോ വണ്ടിയുടെ. അവിടെ ഭയങ്കര തിരക്കുമാണ്. അവർ ഫുഡ് കഴിക്കാൻ. അപ്പം നമുക്ക് ലേറ്റ്, അതുകൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകുകയാണ്. നമുക്കുള്ള കല്യാണം വന്നേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വണ്ടി അവിടെ വെച്ചു. വീട് പണി എന്തായാലും കുറേ പേര് ചോദിക്കുന്നുണ്ട്. ഒന്നും ആയിട്ടില്ല, ഇത് ഇങ്ങനെ തന്നെ കിടക്കുവാണ്. മുകളിലേക്ക് നമ്മൾ റൂം എടുത്തെന്നറിയില്ല, അതിന് ഷീറ്റ് ഇടുവാണ്. അപ്പം അത് കുറച്ചുകൂടെ കല്ല് കെട്ടിയിട്ട് വേണം ഷീറ്റ് ഇടാൻ. അതിനുള്ള കല്ലാണ് ഈ വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വൈകാതെ തേപ്പ് തുടങ്ങും ഇൻഷാ അല്ലാഹ്. ഞങ്ങൾ വണ്ടിയുടെ ഓയിൽ മാറ്റാൻ പറ്റിയില്ലല്ലോ. ഞങ്ങൾ വീട്ടിലേക്ക് വന്ന നേരം ഇനി കുറച്ച് കഴിഞ്ഞ് പോകണം. നമ്മുടെ ഷെട്ട് ആദ്യമായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ കല്ലിറക്കുമ്പം വണ്ടി റിവേഴ്സ് അടിച്ചാണ് വരുന്നത്. അറിയാവുന്ന ഇങ്ങനെ വന്നു, അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇറക്കാൻ. എൻ്റെ മമ്മിയോടെ ചിന്താവിഷ്ടിയായിട്ട് ഇരിപ്പുണ്ട്. നിമ്മ ചോറ് കഴിച്ചാ? എന്താ നീ വന്നിട്ട് കഴിക്കാൻ? ഞാൻ ഇപ്പൊ നിനക്ക് മെസ്സേജ് വിട്ടല്ലേ ഇങ്ങോട്ട് പോന്നാന്ന് ചോദിച്ചു. വീഡിയോ പിടിക്കുവാണ്. ചോറിന് കറി ചെമ്മീനും തക്കാളിയും ചാറും. പിന്നെ ചെമ്മീൻ റോസ്റ്റ് ഉണ്ട്, ചമ്മന്തി, ഉണക്കച്ചെമ്മീൻ ചമ്മന്തി, ഇന്നലത്തെ നങ്ക് പൊരിച്ചത്, മത്തി പൊരിച്ചത്, ഷിനാജിനെ വറുത്ത് വെച്ചത്. സ്പെഷ്യൽ കല്ലും കൊണ്ട് ആൾക്കാർ വന്ന് ഞാൻ കാണിച്ചായിരുന്നല്ലോ. അപ്പം അവർ വന്നപ്പോൾ വേഗം തന്നെ ഉമ്മ അവിടെ ഉണ്ടായിരുന്ന 2 നാരങ്ങ എടുത്ത് അവർക്ക് കൊടുക്കാൻ വേണ്ടി കലക്കിയതാണ്. അപ്പം നാരങ്ങക്ക് എന്തോ സംതിങ് മിസ്റ്റേക്ക് തോന്നിയപ്പം ഷിനാജിനോട് പറഞ്ഞു ഒന്ന് കുടിച്ച് നോക്കി, ഇതിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകുന്നു. വ്യത്യാസം ഉണ്ട് അവർക്ക് കൊടുക്കണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ കൊടുത്തു കേട്ടോ ഷിനാജിന്. എന്നിട്ട് പിന്നെ നമ്മളത് ഇരുന്ന് ഫുഡ് കഴിക്കുവാണ്. ചെമ്മീൻ റോസ്റ്റും ചെമ്മീൻ കറിയും ഞാനീ പറഞ്ഞ പോലെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. രാവിലെ ഇരുന്ന പോലെ തന്നെ നമ്മളത് പുറത്തിരുന്നിട്ടാട്ടോ എല്ലാവരും കൂടെ ഫുഡ് കഴിച്ചത്. അതൊക്കെ എന്തൊക്കെയോ പറയാനുണ്ടെന്ന് പറഞ്ഞു ഈ വീഡിയോയിൽ കയറ്റിവിടാം ഞാൻ. പൊന്നാര മക്കളെ, നിങ്ങൾ മുറ്റടിച്ചാൽ ഞാൻ മണ്ണടിച്ചില്ല നിങ്ങൾ ആരൊക്കെ പറഞ്ഞു. ഇവിടെ 1 മാസം 2 മാസം മുറ്റം ഞാൻ തന്നെ സ്ഥിരം അടിച്ചത്. അന്നോള് പിന്നെ വന്നിട്ട് ഞാനിവിടെ ഒറ്റക്ക് കിടക്കാത്തോണ്ട് പോയതായിരുന്നു. ഞാനത് പറഞ്ഞപ്പോ ഓല് അങ്ങനെ പറഞ്ഞപ്പോ പിന്നെ എന്തായാലും പണി ആരെടുത്താലും പണി തന്നെയാണ്. പിന്നെ അന്നത്തെ ദിവസം ആകെ ഉണ്ടായിരുന്ന ബാത്റൂമിലെ പണി ആ മുറ്റടിക്കുക മാത്രമാണ്.
അന്ന് നൈറ്റ് കൂടി ഒന്നും ഉണ്ടാകില്ല. നമ്മള് ചെറിയന്റെ അവിടെ പോയി രാവിലെ വരിക, ആ മുറ്റടിച്ച, പിന്നെ കുളിച്ച് നേരെ കല്യാണത്തിന് പോയി. പക്കത്തെ കഴിയ ആരാ വെള്ളം എന്ത് അതാ ഒരു പണി. അല്ല പറയുമ്പോ എല്ലാം പറയണല്ലോ, മുറ്റം മാത്രം. അല്ല ആ ഒരു 2 പണി മാത്രം ആകെ ഉണ്ടായിട്ട് അന്ന്. നിമാക്ക് എന്താ പറയാനുള്ളത്? എനിക്കൊന്നും പറയാനില്ല, എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയത്തില്ലല്ലോ. നമ്മളൊന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കസിൻ്റെ വീട്ടിലേക്ക് പോകണം കേട്ടോ. നമ്മുടെ ഷെഡിൽ നിന്ന് എടുക്കാം, പക്ഷേ അവിടെ ആൾക്കാരുള്ളത് കൊണ്ട് എനിക്കൊരു മടി. അവിടെ ആകുമ്പം കസിൻ്റെ വീട്ടിലാകുമ്പോൾ സ്വസ്ഥമായിട്ട് പോയി എടുക്കാമല്ലോ. ഇപ്പം എൻ്റെ ട്രൈപ്പോഡും കൊണ്ട് ഞാൻ പോവുകയാണ്. കൂടെ എൻ്റെ ഹസ്ബൻഡുണ്ട്. ഹസ്ബൻഡ് എന്നെ അവിടെ ഇറക്കിയിട്ട് പാല് വാങ്ങിച്ച് ഇങ്ങോട്ട് വരും. അപ്പോഴത്തേക്ക് ഞാൻ വീഡിയോ എടുത്ത് സെറ്റായി നിൽക്കും. വീഡിയോ എടുത്തു വന്നിട്ട് ഞാൻ പിന്നെ അതിൻ്റെ എഡിറ്റിങ്ങും കട്ടിങ്ങൊക്കെ ആയിട്ട് അങ്ങനെ ഇരുന്ന് രാത്രി ചോറ് കഴിക്കാൻ കുറച്ച് ചെമ്മീൻ റോസ്റ്റും ചോറും കൂടെ ഞാൻ എടുത്ത് ശനിയാഴ്ച രാവിലത്തെ പുട്ടും കടലക്കറിയിട്ടാണ് കഴിച്ചത്. നാളെ പോകാം. പോണം. നാളെ പോകണ്ട. പോണം. ഞങ്ങൾ കാറ്റ് കൊണ്ട് പുറത്തിരിക്കുകയാണ് ഗൈസ്. നാളെ പോകണ്ട. പോണം പാത്തോന്ന്. അപ്പൊ ഞാനവിടെ വരുമ്പോ പോവാൻ നേരം ഇന്ന് പോകണ്ട നാളെ പോവാന്ന് പറയുന്നത് എന്തിനാ? അത് വേറെ ഇത് വേറെ. അതെന്താ? അത് വേ ഇത് റേ. എനിക്ക് പോയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്ത് കാര്യങ്ങളാ? അത് ഒത്തിരി കാര്യങ്ങളുണ്ട്, നീ ചുമ്മാ എനിക്ക് പോണം. നൈറ്റ് ആയ പിന്നെ ഞങ്ങൾക്ക് ചെറുതായിട്ട് തണുപ്പ് കൊള്ളാനൊന്നും പുറത്തിറങ്ങിയില്ലെങ്കിൽ ഒരു സമാധാനം വരത്തില്ല കേട്ടോ. അപ്പം ഞാൻ ഷിനാജും ഏകദേശം എനിക്ക് തോന്നുന്നൊരു 10 മണിയൊക്കെ ആയി. ഞങ്ങൾ വെറുതെ മണ്ണാർക്കാട് വരെ പോയതാണ്. അവിടെ എത്തിയാൽ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടല്ലോ, കുഞ്ഞുമണീനെയും ഫവാസിനെയും നമ്മൾ വിളിക്കാറുണ്ട്. അവർക്ക് 2 പേർക്കും ഫ്രീ ആണെങ്കിൽ അവർ വരാറുമുണ്ട്. നേരെ ഫവാസിൻ്റെ കടയിലേക്ക് ചെന്ന് അവിടെ കുറേ നേരം നിന്ന് വർത്താനമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇതേ ചോക്കോവിൽസ് ഇല്ലേ മണ്ണാർക്കാടുള്ള അങ്ങോട്ടേക്കാട്ടോ വന്നത്. ലൈറ്റായിട്ട് ജ്യൂസ് കുടിക്കാമെന്ന് പറഞ്ഞ് വന്നതാണ്. റോള് ഇതേ നമ്മൾ ഒറ്റ റോള് വാങ്ങിച്ചിട്ട് 3 പീസാക്കി. പിന്നെ ഇവരെന്തോ പച്ചമാങ്ങ മൊജിട്ടോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ മുസമ്പിയാണ് കേട്ടോ പറഞ്ഞത്, പക്ഷേ മുസമ്പിക്ക് ഭയങ്കര പുളിയായിരുന്നു. ഇതിങ്ങനെ റോള് 3 കഷ്ണമാക്കാൻ കാര്യം ഞങ്ങൾ ഓൾറെഡി ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ ഇവിടുത്തെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഫാസാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് വാങ്ങാമെന്ന് പറഞ്ഞാൽ അങ്ങനെ വാങ്ങിച്ചു. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ, അടിപൊളിയായിരുന്നു. ഇവിടെ നിന്ന് ജ്യൂസൊക്കെ കുടിച്ചിറങ്ങി വീട്ടിലെത്തിയപ്പോൾ ഒരു 11:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മാറിക്കിടന്ന് ഉറങ്ങി. അപ്പോൾ നമ്മുടെ കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നല്ല നല്ല ലോങ് വീഡിയോസൊക്കെ ആയിട്ട് നല്ല ആക്റ്റീവായിട്ട് ഇനിയും നമ്മളിത് വരുന്നതായി.